ഹായ്. നമ്മൾ എൽ സി എം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എൽ സി എമ്മിൽ അല്ലെങ്കിൽ ലെസാഗു, അപ്പോൾ ലെസാഗുവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ എച്ച് സി എഫ് ചെയ്യാൻ പഠിക്കണം. എച്ച് സി എഫ് എന്നല്ലെങ്കിൽ ഉസാഗ. ഓക്കെ, ഉസാഗ ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ. ഉസാഗയുടെ സ്പെല്ലിംഗ് എത്തിപ്പോയി. ഉസാഗ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഉസാഗ. ഓക്കെ, ഈ ഉസാഗ പഠിച്ചാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? എച്ച് സി എഫ് ആണ്. എച്ച് സി എഫ്. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഉസാഗ എന്ന് പറയും. ഉസാഗ. ഓക്കെ, ഉസാഗയാണ് നമുക്ക് ആ, ഇനി പഠിക്കാനായിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്താണ് ഉസാഗ എന്ന് നോക്കാം. എൽ സി എം പഠിച്ചാണല്ലേ നമ്മൾ. ഇപ്പോൾ എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഉസാഗ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലൊരു നമ്പർ ഉണ്ട്. 4 ഉണ്ട്, 8 ഉണ്ട്, എത്രയുണ്ട്? 10 ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഈ 4 നമ്പറിനെ ഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉസാഗ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ 4ന്റെ മൾട്ടിപ്പിൾസ് 2 ഉണ്ട്, അല്ലേ? 4 ഉണ്ട്, ഇങ്ങനെ പോവും. ഇവിടെ 8ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. 10ൻ്റേത് 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഇങ്ങനെ വിചാരിക്കാം. ഇതാണ് ഇതിന്റെ മൾട്ടിപ്പിൾസ്. ഈ മൾട്ടിപ്പിൾസിലെ ഏറ്റവും ചെറുത്, ഈ മൂന്നെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉസാഗ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കൊന്നും വേണ്ട. നമുക്ക് വലിയ നമ്പറുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എൽ സി എം ചെയ്ത പോലെ തന്നെ നമുക്ക് ഈസി പരിപാടിയുണ്ട് ഈ ഉസാഗ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് നോക്കാം അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം എളുപ്പമുള്ള പരിപാടിയാണ്, കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, നോക്കിക്കോ. ഇപ്പം നിങ്ങൾക്ക് ഒരു 5, 10, 30 ഇതാണെന്ന് വിചാരിക്കുക. എന്ത് കണ്ടുപിടിക്കണ്ടേ? എച്ച് സി എഫ് കണ്ടുപിടിക്കുന്ന നമ്പറുകൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എൽ സി എം ചെയ്ത പോലെ തന്നെ ചെറിയ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക ഇതിനെ. ഇപ്പം 5ന് 5 വെച്ച് 5ആണല്ലോ ഇതിന് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ചെറിയ നമ്പർ. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 1 വന്നു, ഇവിടെ 2 വന്നു, 30ന് ഡിവൈഡ് ചെയ്തപ്പം 6 എന്ന് കിട്ടി, അല്ലേ? ഇനി നമ്മൾ നോക്കുക, ഈ മൂന്നെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ? മൂന്നെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ അങ്ങനെ നോക്കണം. എൽ സി എഫ് ചെയ്യാൻ എൽ സി എം ചെയ്യാൻ നേരം നിങ്ങൾ എന്താ ചെയ്തത്? മൂന്നെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കി, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കി. പക്ഷേ എച്ച് സി എഫ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല. നിങ്ങൾ എന്തേ ചെയ്യാവുള്ളൂ? മൂന്നെണ്ണത്തിന് മൂന്നെണ്ണം ഞാൻ ഇപ്പം പറഞ്ഞതേ അങ്ങനെ എത്ര നമ്പർ തന്നിട്ടുണ്ടോ ആ നമ്പറുകളുടെ എല്ലാത്തിൻ്റെ എന്താണ്, എല്ലാ നമ്പറുകളിലെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് ഇനി പോകാൻ പറ്റില്ല. കാരണം ഈ 1നെയും 2നെയും 6നെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇല്ല. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇപ്പോൾ നമ്മുടെ ആൻസറിൽ ഈ 5 മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 5ആണ്. ഓക്കെ, എൽ സി എം എഴുതാൻ നേരത്തെ ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു, അല്ലേ? 5 × 2 × 6 എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ നേരത്തെ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് എച്ച് സി എഫിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എച്ച് സി എഫ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. ഇത് എൽ സി എഫിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ നമുക്ക് എച്ച് സി എഫിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എച്ച് സി എഫ് പറഞ്ഞിട്ട് ഇത് പഠിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന നമ്പറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഭിന്നസംഖ്യ എന്ന് പറയും അതിനെ, അല്ലേ? അപ്പോൾ അതിന്റെ എൽ സി എം കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൽ സി എം ഈസ് ഈക്വൽ ടു മേളിൽ കിടക്കുന്ന സംഖ്യകളുടെ എൽ സി എം, താഴെയുള്ളതിന്റെ എച്ച് സി എഫ്. ഇത്രയേ ഉള്ളൂ പരിപാടി. എൽ സി എം ബൈ എച്ച് സി എഫ് ഇത് ആരുടെയാണ്? എൽ സി എം ഓഫ് ന്യൂമറേറ്റർ, എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ. മുകളിൽ കിടക്കുന്ന സംഖ്യകളെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, എൽ സി എം കണ്ടുപിടിക്കുക. താഴെ കിടക്കുന്ന സംഖ്യകളുടെ എച്ച് സി എഫ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൽ സി എം അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൽ സി എം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് ന്യൂമറേറ്റർ എൽ സി എം ആയിരിക്കും, അല്ലേ? അംശം ഛേദം പറയുന്നത്. അംശം എൽ സി എം ആയിരിക്കും, ഛേദം എച്ച് സി എഫ് ആയിരിക്കും. എന്ത് കണ്ടുപിടിക്കാനാണ്? നിങ്ങൾക്ക് എൽ സി എം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ എച്ച് സി എഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എച്ച് സി എഫ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അംശം എച്ച് സി എഫും ഛേദം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എച്ച് സി എഫും ഡിനോമിനേറ്റർ എൽ സി എം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ കിട്ടി. ഇങ്ങനെ ഭിന്നസംഖ്യ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിന്റെ എൽ സി എം കണ്ടുപിടിക്കുക ബൈ ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ്. നമുക്ക് നോക്കാം. 1, 2, 3 എന്ന് പറയുന്ന നമ്പറുകളുടെ എൽ സി എം ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലേ? എൽ സി എം കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഈ നമ്പറുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇത് എല്ലാത്തിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പറുകളൊന്നും ഇല്ല. അപ്പം നമ്മുടെ ആൻസർ എന്താ? 1 × 2 × 3. നിങ്ങൾക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കണം. എച്ച് സി എഫ് ഏതിൻ്റെ? 2ന്റെയും 3ന്റെയും 4ന്റെയും. ഇപ്പൊ 2, 3, 4നെ മൂന്നിനെ ഒരുപോലെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആരേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ, അല്ലേ?
അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ എച്ച് സി എഫ് എന്ത് കിട്ടും? ഇത് എൽ സി എം ആണ്. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ മൂന്നിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ ഇല്ലെങ്കിൽ അതിന്റെ എച്ച് സി എഫ് 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? എൽ സി എം ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ എൽ സി എം ഓഫ് 1,2,3, എച്ച് സി എഫ് ഓഫ് 2, 3, 4. 1, 2, 3ന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ 6 എന്നും എച്ച് സി എഫ് 2, 3, 4ന്റെ എൽ സി എം 1 കിട്ടിയും നമ്മുടെ ആൻസർ എത്രയാണ്? 6. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2, 3, 2/3, 3/5, 4/7 അല്ലെ? 2/3, 3/5, 4/7 ഇവയുടെ ലസാഗു കണ്ടുപിടിക്കുക, എൽ സി എം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്താണ്? എൽ സി എം ഈസ് ഈക്വൽ ടു എന്തിന്റെ എൽ സി എം എഴുതണം? മേളിൽ കിടക്കുന്ന ആൾക്കാരുടെ അല്ലേ? ന്യൂമറേറ്ററിന്റെ എൽ സി എം എഴുതി, താഴെ ആരുടെ എച്ച് സി എഫ് എഴുതി? താഴെ കിടക്കുന്ന ആൾക്കാരുടെ 3, 5, 7. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 2, 3, 4 എൽ സി എം എത്ര കിട്ടും നോക്കിയേ. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. മൊത്തം 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇല്ലാത്ത കാരണം പിന്നെ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഉണ്ട് നോക്കാം. അപ്പൊ 2 ഉണ്ട്, 1, 3, 2 അല്ലേ? അപ്പൊ 2 × 2 ആണ് 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 × 3 × 2 എത്ര വന്നു? 3 × 2 3, 2, 6, 6, 2, 12. അപ്പൊ നമുക്ക് മേളില് എൽ സി എം 12 കിട്ടി. ഇനി എച്ച് സി എഫ് കണ്ടുപിടിക്കുക. ഏതിന്റെയാണ്? 3, 5, 7ന്റെ. ഉണ്ടോ? 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ ഉണ്ടോ? 3, 5, 7 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ നമുക്ക് ഇല്ല. അപ്പൊ നമ്മുടെ എച്ച് സി എഫ് എത്രയാണ്? 1 ആണ് അല്ലേ? അങ്ങനെ വന്നാൽ 1 എന്ന് എഴുതാനല്ലേ പറഞ്ഞേ? അപ്പൊ 12 എന്ന ആൻസർ കിട്ടൂലേ? ഇതാ നമ്മുടെ ഓപ്ഷൻ ബി, 12. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മള് എച്ച് സി എഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എൽ സി എമ്മിന്റെ 2 ക്വസ്റ്റ്യൻ ബാലൻസ് ഉണ്ടായിരുന്നു, ചെയ്യുന്നതേ ഉള്ളൂ. ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ ഓക്കെ, 2/5, 3/4, 1/5 ഇവയുടെ എൽ സി എം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എൽ സി എം സമം എൽ സി എം ഓഫ് ആരുടെയാണ്? ന്യൂമറേറ്റർ 2, 3, 1. മേളിൽ കിടക്കുന്നവരുടെ ന്യൂമറേറ്റർ, ഇനി താഴെ കിടക്കുന്നവരുടെ മേളിൽ കിടക്കുന്നവരുടെ എൽ സി എം, താഴെ കിടക്കുന്നവരുടെ എച്ച് സി എഫ്. 5, 4, 5. ഓക്കെ, എൽ സി എം എത്ര വരും? 2, 3, 1ന്റെ എൽ സി എം എത്രയാ? 2 × 3 × 1 അല്ലേ? 6 എന്ന് കിട്ടും. ഇനി 5, 4, 5ന്റെ എച്ച് സി എഫ് എത്രയാ? 3നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ 1 മാത്രമേ ഉള്ളൂ. അത് കാരണം അതിന്റെ എച്ച് സി എഫ് 1 എന്ന് കിട്ടും. നമുക്ക് 6/1 എന്ന ആൻസർ കിട്ടും. 6 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഡിനോമിനേറ്ററിന്റെ അപ്പൊ എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ എൽ സി എം ബൈ ഡിനോമിനേറ്ററിന്റെ എൽ സി എഫ്, അല്ലെ മേലെ കിടക്കുന്ന ആൾക്കാരുടെ എൽ സി എം ബൈ താഴെ കിടക്കുന്ന ആൾക്കാരുടെ എച്ച് സി എഫ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം എന്താണോ? എൽ സി എം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ന്യൂമറേറ്റർ, അല്ലെങ്കിൽ എൽ സി എം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മേലെ നിങ്ങൾ എൽ സി എം, താഴെ എച്ച് സി എഫ് എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ നമുക്ക് ഓർത്തിരിക്കാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി എച്ച് സി എഫിന്റെ ക്വസ്റ്റ്യനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവാം. ഇതില് 10 നമ്മള് എൽ സി എം കണ്ടുപിടിക്കുക. എൽ സി എം അല്ല എച്ച് സി എഫ്. ഉസാഗ അല്ലെ? ഉസാഗ. ഇപ്പൊ 10, 20, 40 ഉസാഗ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ 10, 20, 40 എന്ന് എഴുതി വരച്ചു. നിങ്ങൾ നോക്കുക, ഈ 10നെ 20നെ 40നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതിയാൽ മതി. 10, 1, 2, 4. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1, 2, 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 10 എന്ന് പറയും. ഓക്കെ, നമ്മുടെ എച്ച് സി എഫ് ആണ് 10. ഓക്കെ, എൽ സി എം പോലെ തന്നെ ചെയ്യുന്നത്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ 10 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്ത് നോക്കിയേ. 5, 10, 15. ഓക്കെ, ഞാൻ വരച്ചു. 3നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഏതാണ്? 5 ഉണ്ട് അല്ലേ? 5, 5, 1, 5, 5, 2, 10, 15 എന്ന് പറഞ്ഞാൽ 5, 3, 15. ഇനി നിങ്ങൾക്ക് 1നെ 2നെ 3നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ എച്ച് സി എഫ് എന്താണ്? എച്ച് സി എഫ് 5. ഓക്കെ, എച്ച് സി എഫ് 5 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ലാത്തത് കാരണം. അപ്പൊ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് അതായത് പൊതുഘടകം അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകൾ വന്നാൽ അതിന്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ഇപ്പൊ അല്ലെ? ഇനി അടുത്തത് 4, 7, 25. ഓക്കെ, 4, 7, 25 ചെയ്ത് നോക്കാം നമുക്ക്. 4, 7, 25 അല്ലേ? 4, 7, 25 നോക്കിയേ. ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ?
ഒറ്റ നമ്പറും ഇല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? 4 7 25 ഡിവൈഡ് ചെയ്യാവുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒറ്റ നമ്പറും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഒന്നുണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ, ഒന്ന്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? HCF ഈസ് ഈക്വൽ ടു 1. നിങ്ങൾ നമ്പറുകൾ നോക്കുക, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഇല്ലെങ്കിൽ എന്തെടുക്കുക? 1 എന്ന ആൻസർ എടുക്കുക. കാരണം 1 വെച്ച് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2/3, 2/5, 3/5 എന്നിവയുടെ ഉസാഗ HCF കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, HCF കണ്ടുപിടിക്കാനാണെങ്കിൽ മേലെ മേലെ HCF എഴുതുക. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഇത്രയുള്ള പരിപാടി. മേലെ ഉള്ള നമ്പറിന്റെ HCF നമുക്ക് HCF, ഞാൻ അത് പറഞ്ഞു, LCM കണ്ടുപിടിക്കാനാണെങ്കിൽ ന്യൂമറേറ്ററിൽ LCM ബൈ ഡിനോമിനേറ്ററിൽ HCF. ഇനി HCF കണ്ടുപിടിക്കാനാണെങ്കിൽ ന്യൂമറേറ്റർ HCF ബൈ ഡിനോമിനേറ്ററിൽ LCM. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ന്യൂമറേറ്റർ കിടക്കുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പം HCF ഓഫ് ഏതിന്റെ HCF ആണ്? 2-ന്റെയും 3-ന്റെയും. LCM ഓഫ് ഏതിന്റെയാണ്? 5-ന്റെയും 10-ന്റെയും. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 2 3-ന്റെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 അല്ലേ ഉള്ളൂ. വേറെ 2 2-നെ 3-നെ വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഞാൻ 1 എഴുതി. ഇനി 5-ന്റെ 10-ന്റെ LCM കണ്ടുപിടിക്കാൻ പോവാ. 5-ന്റെ 10-ന്റെ LCM 5 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ. 1 5 5, 5 2 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 × 2 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 1/10 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ LCM ഓഫ് 5 10 എത്രയാണ്? 10 ആണ്. 1/10 കണ്ടോ? 1/10 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 1/7, 1/7, 2/3 എന്നിവയുടെ HCF കണ്ടുപിടിക്കാം. 1/7, 2/3 എന്നിവയുടെ HCF. അപ്പൊ നമുക്ക് എന്തെഴുതണം? HCF കണ്ടുപിടിക്കാനായിട്ട് മോളിൽ കിടക്കുന്ന ആൾക്കാരുടെ HCF അല്ലെ. HCF മേളിൽ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? മേളിൽ കിടക്കുന്നത് 1 2 അല്ലെ. 1 2 ആണ് നമ്മുടെ മേളിൽ കിടക്കുന്നത്. LCM താഴെ കിടക്കുന്ന ആളുടെ LCM ഏതിന്റെയൊക്കെയാ? 7-ന്റെയും 3-ന്റെയും. 1 2-ന്റെ HCF എത്രയാ? ഇനി ഞാൻ എഴുതേണ്ട കാര്യമുണ്ടോ? 1 2 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 ഉള്ളൂ. 1 7 3-ന്റെ LCM നമുക്കറിയാം. അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ല. അപ്പൊ 7 × 3 21. അപ്പൊ 1/21. കണ്ടോ? 1/21. എന്ത് എളുപ്പത്തിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? ഇത്രയേ ഉള്ളൂ. 1/21 ആണ് നമ്മുടെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റിനോടെ നമുക്ക് ചെയ്യാം ഇതേ പാറ്റേണിലുള്ള. നോക്കിക്കോ, 3/8, 6/7. ഓക്കെ, അപ്പൊ നമ്മൾ HCF കണ്ടുപിടിക്കുകയാണ്. എന്താണ് HCF കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ എടുക്കേണ്ടത്? മേളിൽ കിടക്കുന്നവരുടെ HCF അല്ലെ. മേളിൽ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇവിടെ? 3 6. താഴെ കിടക്കുന്ന ആൾക്കാരുടെ ഡിനോമിനേറ്ററിന്റെ LCM താഴത്തെ എഴുതുക 8/7. മേളിൽ കിടക്കുന്ന ആൾക്കാർ 3 6 ആണ്. അതിന്റെ HCF കണ്ടുപിടിക്കുക. 3 6-നെ കട്ട് ചെയ്യാവുന്ന നമ്പർ ഏതാണ്? 3 ഉണ്ട്. 1 2. ഈ 1 2-നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ HCF എന്നാ കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം. 8-ന്റെ 7-ന്റെ LCM 2-നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. അപ്പൊ LCM എത്ര കിട്ടും? 8 × 7 56. 8 × 7 56 നമുക്ക് 8 × 7 56 കിട്ടും. ഓക്കെ, അപ്പൊ 3/56 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? 3/56 ഓപ്ഷൻ എ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളോട് ഒരു ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയുടെ എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാല് LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ന്യൂമറേറ്റർ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? അയാളെ മേലെ എഴുതുക. ന്യൂമറേറ്ററിന്റെ LCM ബൈ ഡിനോമിനേറ്ററിന്റെ HCF. ഇനി നിങ്ങളോട് ഭിന്നസംഖ്യയുടെ HCF ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ന്യൂമറേറ്ററിന്റെ മേലെയുള്ള ആൾക്കാരുടെ HCF കണ്ടുപിടിക്കാൻ പറയുന്ന സാധനം മേളില് മറ്റേ അതിന്റെ ഓപ്പോസിറ്റ്, അതായത് HCF ആണോ മേളിലെങ്കിൽ LCM താഴ്ത്തിടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ന് പിടിച്ചോ. ഇങ്ങനത്തെ ഒരു സാധനം വരെ ഇത് നമ്മള് ഏത് ചെയ്തായിരുന്നു? LCMൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താ. 2 സ്ക്വയർ 3 സ്ക്വയർ 5/4 2/4 3 ക്യൂബ് 5 സ്ക്വയർ 2/7 3/4 5 ക്യൂബ്. ഇങ്ങനെ LCMൽ വന്നപ്പോൾ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഈ നമ്പറുകളൊക്കെ നമ്മൾ എടുത്തു അല്ലെ. 2 3 5 എന്ന് എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് ഇതിലെ കൂടിയ നമ്പർ എത്രയാണോ അത് നമ്മൾ അങ്ങ് എഴുതി അല്ലെ. LCM ചെയ്ത എങ്ങനെയല്ലേ? അതിന്റെ ബേസ് എടുത്തിട്ട് അതിൽ കൂടിയ നമ്പറുകൾ, കൂടിയ പവർ എത്രയാണ്? HCF നേരെ തിരിച്ചാ, ചെറുതെടുക്കുക. ഇപ്പൊ 2-ന്റെ ഈ 3 അപ്പൊ ഒരു 2/2 ഉണ്ട്, 2/4 ഉണ്ട്, 2/7 ഉണ്ട് അല്ലെ. ഇതിൽ ചെറുത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക HCF-നെ. LCM എടുത്ത നമ്മൾ വലുതെടുത്തേ അല്ലെ. വലിയ ചെറുത് 2 സ്ക്വയർ 2/4 2/7. ഇതിൽ ചെറുത് ആരാണ്? 2 സ്ക്വയർ. 2 സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇനി അടുത്തത് 3 സ്ക്വയർ 3 ക്യൂബ്
3/4 ചെറുത് ആരാണ്? 3 സ്ക്വയർ. 3 സ്ക്വയറിന് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇനി അടുത്ത 5/4 5 സ്ക്വയർ 5 ക്യൂബ്. ചെറിയ 5 സ്ക്വയറിന് ഞാൻ ഇങ്ങോട്ട് എടുത്തു. കണ്ടോ, ആൻസറായി, കഴിഞ്ഞ പരിപാടി. അപ്പൊ HCF എഴുതാനായിട്ട് എന്തിനെടുക്കുക? നമ്മുടെ ബേസ് ആയിട്ടുള്ള നമ്പർ ആദ്യം എഴുതുക, അതിൽ ചെറിയ ചെറിയ ഫാക്ടറുകളെ പറക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ 2 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് 2 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേ. ഇതാ അടുത്തതാ 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. നോക്കിയേ, 3 സ്ക്വയർ 3/4 3/5. 3 സ്ക്വയർ 3/4 3/5. അപ്പൊ നമ്മൾ ഏതാ ചെറുത്? 3 സ്ക്വയർ ചെറുത്. 3 സ്ക്വയറിങ് എടുത്തു. 5/5 5 സ്ക്വയർ 5/4. ചെറുതാരാണ്? 5/4 അല്ല ചെറുത്, 5/2 അല്ലേ? 5/2 ആണ് നമ്മുടെ ചെറുത്. അടുത്തത് 7 സ്ക്വയർ 7/4 7/3. ഏതാ ചെറുത്? 7 സ്ക്വയർ അല്ലേ? ചെറുതനെ ഇങ്ങ് പറക്കിയെടുക്കുക, കഴിഞ്ഞ പരിപാടി. അപ്പൊ 3 സ്ക്വയർ 7 സ്ക്വയർ 5 സ്ക്വയർ അല്ലേ? 3 സ്ക്വയർ 7 സ്ക്വയർ 5 സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ ചാടി കയറി ഒന്ന് ആൻസർ ചെയ്താൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ആ നമ്പറുകൾ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ അറിയാവുന്ന കാരണം തെറ്റിക്കും. ഓക്കെ, അറിയാൻ പാടാത്ത ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. അറിയാവുന്ന ആൻസർ അല്ലേ? നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും റിസൾട്ട് വരുമ്പോൾ അറിയാവുന്ന ആൻസറുകളാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. അറിയാൻ പാടില്ലാത്ത ആൻസർ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത്. അറിയാവുന്നത് നമ്മൾ പെട്ടെന്ന് ചാടി കയറി കുത്തി തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അശ്രദ്ധ കാരണം തെറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതാ ഒരെണ്ണൂടെ. നമുക്ക് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 2 ക്യൂബ് അല്ലേ? 2 ക്യൂബ് 2/5 2/4. ആണ് 2 ക്യൂബ് 2/5 2/4 ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ? അപ്പൊ നമുക്ക് ഏതെടുക്കാൻ? ചെറുത് 2/3 എടുക്കാം അല്ലേ? ഇനി അടുത്തത് 3 സ്ക്വയർ 3/7 3 സ്ക്വയർ. ചെറുതേതാ? 3 സ്ക്വയർ. ഇനി 5/4 5 സ്ക്വയർ 5/4. ഏതാ ചെറുത്? 5 സ്ക്വയർ. അപ്പൊ ഇതില് ഈ 7നെ നിങ്ങൾ നോക്കണ്ട, കാരണം 7 മൂന്നിടത്ത് ഇല്ല, ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ഒരിടത്ത് മാത്രമുള്ള ആളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മൂന്നിടത്തുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതാമുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം തന്നെ? 3 ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ ക്വസ്റ്റിൽ 3 ഉള്ളത് കാരണമാണ്. എത്ര എണ്ണാണോ ഉള്ളത് അത്രയും മാത്രമേ നിങ്ങൾ എഴുതാം. എല്ലായിടത്തും ഉള്ള സാധനം മാത്രമേ നിങ്ങൾ എഴുതാമുള്ളൂ. ഇപ്പൊ 2 3 5 ആണ് എല്ലായിടത്തും ഉള്ളത്, അതാണ് ഞാൻ 2 3 5 എഴുതിയത്. ഓക്കെ, അപ്പൊ 2 ക്യൂബ് 3 സ്ക്വയർ 5 സ്ക്വയർ എവിടെയെങ്കിലും ഉണ്ടോ? അത് ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ 2 ക്യൂബ് 3 സ്ക്വയർ 5 സ്ക്വയർ. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ചെറുത് കേട്ടോ. LCM എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് എടുക്കുക, LCM എടുക്കുമ്പോൾ ഏറ്റവും വലുതെടുത്തേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാ അല്ലേ? ഇപ്പതാ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? A/5 ഉണ്ട്, A/4 ഉണ്ട്, A/6 ഉണ്ട്. ഏറ്റവും ചെറുതെടുത്തേക്ക. A/4 എടുത്തു. B/3 B/4 B/4. ഏതാ അത് ചെറുത്? B/3. C² C/2 C/4 C/6. ഏറ്റവും ചെറുത് ഏതാ? C/2. A/4 B³ C². ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായില്ലേ? ഇത് സെയിം തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണോടെ ഉണ്ട്. അടുത്തത് ABC അല്ലേ? ABC. ഓക്കെ, അപ്പൊ ABC എന്ന് ഞാൻ എഴുതി. A/4 ഉണ്ട്, A/3 ഉണ്ട്, A/4 ഉണ്ട്. ഏതാ ചെറുത്? A/3. B/5 ഉണ്ട്, B² ഉണ്ട്, B³ ഉണ്ട്. ഏതാ ചെറുത്? B². C³ ഉണ്ട്, C/5 ഉണ്ട്, C/8 ഉണ്ട്. ചെറുതേതാ? C/3. ആണ് ആൻസർ കിട്ടിയത്. A² B² C/3. ഇതാണ് ആൻസർ. A² B² C/3. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു HCFന്റെ. ഇനി നമുക്ക് അടുത്തത്, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ 2 നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. നിങ്ങളുടെ 2 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നാമത്തെ നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഓക്കെ, 2 നമ്പർ ഉണ്ടെങ്കിൽ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് HCF ഇൻറ്റു LCM ആയിരിക്കും. ഓക്കെ,
രണ്ട് നമ്പർ ഉണ്ട്. ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? HCF ഇൻറ്റു LCM. രണ്ട് നമ്പറിലാട്ടേ കളി നടക്കുള്ളൂ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. HCF LCM മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പർ. ദാ പിടിച്ച ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സംഖ്യ 18, ഫസ്റ്റ് നമ്പർ 18. രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല, ഞാൻ എക്സ് എന്ന് ഇട്ടു. അറിയുമ്പോഴത്തെ എക്സ് എന്നല്ലേ. LCM നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 72. HCF നിങ്ങൾക്ക് 6 തന്നിട്ടുണ്ട്. എക്സ് കണ്ടുപിടിക്കാനാണ്, രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു 72 ഇൻറ്റു 6/18 അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 18 4 72 4 18 4 72. അപ്പൊ 24 എന്ന് കിട്ടും ആൻസർ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യ തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യ തന്നിട്ടില്ല, രണ്ട് സംഖ്യ തന്നിട്ടില്ല. രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പറും രണ്ടാമത്തെ നമ്പർ, അല്ലെങ്കിൽ ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് LCM ഉം HCF ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരവായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ തരൂല, ഒരു നമ്പറേ തരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പാടില്ലേ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. HCF ഇൻറ്റു LCM ആണ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ഓക്കെ. രണ്ട് സംഖ്യകളുടെ LCM നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 650, HCF 32. ഒരു സംഖ്യ, അപ്പൊ ഞാൻ 128 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യനെ ഞാൻ എക്സ് എന്ന് ഇട്ടു. LCM 640 ഇൻറ്റു 32. അപ്പൊ നമ്മുടെ എക്സ് എത്ര വരും? 640 ഇൻറ്റു 32. ഈ 128 താഴത്തേക്കല്ലേ പോകുന്നത്? 128. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? എക്സിന്റെ ആൻസർ എത്ര കിട്ടും? നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ 160 എന്ന് കിട്ടും. 160, അതായത് 160 നമ്മുടെ ആൻസർ. നിങ്ങൾ ഇതിന് ഓപ്ഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം HCF ഇൻറ്റു LCM ആയിരിക്കും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റിനോടെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് സ്പീഡിൽ പോകുന്നത് ഈസി ആയതുകൊണ്ടാണ്. ഓക്കെ. ഇനി ഇതാ നോക്കിയേ, നമ്മുടെ കയ്യിൽ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു സംഖ്യ തന്നിട്ടുണ്ട്. തരാത്ത സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്തു. തന്ന സംഖ്യ 40. LCM എത്രയാ? 200. HCF 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 10/40. ഒരു പൂജ്യം പോയി. ഇത് എത്രയാ? 50 4 200 അല്ലേ? അപ്പൊ നമുക്ക് എക്സ് എത്ര കിട്ടി? 50 കിട്ടി അല്ലേ? എക്സ് 50. ഓക്കെ. ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് 50 ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഓപ്ഷൻ ബി ആണ്. അപ്പൊ 50 നമുക്ക് ഓപ്ഷനിലുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു. നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോവാം. അടുത്ത പാറ്റേൺ നോക്കിക്കോട്ടോ. 30 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കി ഉണ്ടാകാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? നമ്മുടെ കയ്യിൽ 3 വശങ്ങളുണ്ട്. 30 സെന്റിമീറ്റർ ഉണ്ട്, 18 സെന്റിമീറ്റർ ഉണ്ട്, 12 സെന്റിമീറ്റർ വശമുള്ള ലോഹക്കട്ടിയുണ്ട്. ഈ ലോഹക്കട്ടി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ക്യൂബ് ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പറ്റുന്ന, അതായത് ബാലൻസ് ഒന്നും വരാൻ പാടില്ല. ഏറ്റവും വലിയ ക്യൂബ്, ബാക്കി ഉണ്ടാവാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ വശം എത്രയാണ്? സിമ്പിൾ ആണ്. ഇത് 3ന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? HCF കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ 40, 18, 12 HCF കണ്ടുപിടിക്കാൻ പോവാണേ. എത്ര? 2 വെച്ച് കട്ട് ചെയ്യാം അല്ലേ? 15 2 30, 9 2 18, 12 എന്ന് പറയുമ്പോൾ 3 3 12 അല്ലെ? ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? അല്ല, അയ്യോ തെറ്റിപ്പോയി. 2 വെച്ചിട്ടല്ലേ? ഇപ്പൊ 6 അല്ലേ? 6 2 12 അല്ലേ? ഞാൻ 3. ഇനി 3 വെച്ച് കട്ട് ചെയ്യാലോ. 5 3 15, 3 3 9, 3 2 6. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 5നെ 3നെ 2നെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ആകെ 1 ഉള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ വിട്ടേക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഈ 2 3 കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ HCF എത്രയാ? 2 × 3 6 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാ നമുക്ക് എടുക്കാൻ പറ്റൂ? 6 ആണ് ഏറ്റവും വലിയ ക്യൂബ്. ആ 6 വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. 6 വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഈ 30 സെന്റിമീറ്ററും 18 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ഉള്ള ക്യൂബിന്റെ സൈഡ് ഒന്നും വേസ്റ്റ് ആകാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. വേറെ ചെറിയ ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന്റെ സൈഡിന്റെ ഇത് എത്രയായിരിക്കണം? നീളം എത്രയായിരിക്കണം? സൈഡിന്റെ നീളം 6 ആയിരിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 36 സെന്റിമീറ്റർ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 36 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ വശമുള്ള ചതുരാകൃതിയിൽ തറയിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണത്തിന്റെ വശത്തിന്റെ നീളം. അതായത് ഒരു കുഴിയുണ്ട് അല്ലേ? 36 സെന്റിമീറ്റർ നീളമുണ്ട്, 15 സെന്റിമീറ്റർ വീതിയുണ്ട്. ആ കുഴിയിലേക്ക് നമ്മൾ കുറെ എന്തിടുക? ചെറിയ ചെറിയ മാർബിൾ കഷ്ണങ്ങൾ ഇടുക. മാർബിൾ കഷ്ണം എന്തായിരിക്കണം?
ചതുരാകൃതി ആയിരിക്കണം, തുല്യ വലിപ്പമുള്ള ചതുരാകൃതി ആയിരിക്കണം. അപ്പൊ അത് സമചതുരാകൃതി ആയിരിക്കണം കേട്ടോ, എല്ലാ സൈഡും ഒരുപോലെ. അപ്പൊ അതിന്റെ സൈഡിന്റെ നീളം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, അതിന്റെ എച്ച് സി എഫ് കണ്ടുപിടിച്ചേക്കാം. 36-15 എച്ച് സി എഫ്. അപ്പൊ എത്ര വരും? 3 വെച്ച് കട്ട് ചെയ്യാം. നമ്മൾ 3 വെച്ച് കട്ട് ചെയ്യാം. 12 3 36, 15 എന്ന് പറയുമ്പോൾ 5 3 15. ഇനി ഒന്നോടെ കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒന്നോടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏതേ ഉള്ളൂ? 12ന്റെ 5നും കട്ട് ചെയ്യാവുന്ന നമ്പർ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? എച്ച് സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിട്ടിയില്ലേ? അപ്പൊ 3 നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂബിന്റെ സൈഡിന്റെ നീളം 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ ഉള്ള സൈഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമചതുരമുള്ള ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റായിട്ട് ആ ഇത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റിനെ കിട്ടിയാൽ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക. ഇനി അടുത്തത് വേറൊരു പാറ്റേൺ ആണ്. നമ്മുടെ കയ്യിൽ 3 നമ്പർ ഉണ്ട്, 49 97 65 എന്നീ സംഖ്യകൾ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ. സിമ്പിളാണ്. 49 97 65 ഇങ്ങനെ ഉള്ള നമ്പറിനെ ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര വരണം? 1 ആയിരിക്കണം ശിഷ്ടം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എച്ച് സി എഫ് കണ്ടുപിടിക്കണം. പക്ഷേ ഈ 49 97 65ന്റെ എച്ച് സി എഫ് അല്ല നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇത്ര തന്നെ കണ്ടുപിടിക്കണം. ഈ 1 മൈനസ് ചെയ്യുക, ഈ 49 ശിഷ്ടം മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 48 എന്ന് വന്നു. ഇനി 97 നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 96 എന്ന് വന്നു. 65 നിന്ന് 1 കുറച്ചാൽ 64 എന്ന് വന്നു. കണ്ടോ? നിങ്ങൾ തന്നിരിക്കുന്ന ശിഷ്ടം എന്ത് ചെയ്യുക? ആ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. ശിഷ്ടം സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ ആദ്യത്തെ കേസിൽ കണ്ടുപിടിച്ചിട്ടാ കുറച്ച്. ഇവിടെ നിങ്ങൾ ശിഷ്ടം സംഖ്യയിൽ നിന്ന് കുറച്ചയച്ചും എച്ച് സി എഫ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 48 96 64ന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കുക. ഓക്കെ. ഇതിനെ കട്ട് ചെയ്യാവുന്ന കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 16 ഉണ്ട്. അപ്പൊ 16 വെച്ച് വന്നാൽ 3, 16 3 48, 16 6 96, 16 4 64. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? 16 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കുറച്ച് നമ്പർ തന്നിട്ട് അതിനെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒരു കോമൺ നമ്പർ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കോമൺ നമ്പർ, ആ ശിഷ്ടം ആദ്യം തന്നെ ഈ സംഖ്യകളിൽ നിന്ന് മൈനസ് ചെയ്തേക്കുക. മൈനസ് ചെയ്തിട്ട് നിങ്ങൾ എച്ച് സി എഫ് അങ്ങോട്ട് കണ്ടുപിടിക്കുക. മൈനസ് ചെയ്തിട്ട് എച്ച് സി എഫ് കണ്ടുപിടിക്കുക. എച്ച് സി എഫ് ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റിനോടെ ചെയ്യാം. ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റിനോടെ. എന്താ 24 26 34 66. നമ്മുടെ നമ്പറുകൾ 26 34 66. ഈ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുന്നത്? 2. റിമൈൻഡർ 2 ആണ്. ശിഷ്ടം 2 വരുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ 26 മൈനസ് 2 ചെയ്യുക, 34 മൈനസ് 2 ചെയ്യുക, 66 മൈനസ് 2 ചെയ്യുക. 26 മൈനസ് 2 എത്ര? 24. 34 മൈനസ് 2 32. 66 മൈനസ് 2 64. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക? അതിന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കുക. 32 64. എച്ച് സി എഫ് കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ്? 8 വെച്ച് കട്ട് ചെയ്യുക എളുപ്പത്തിൽ. 8 3 24, 8 4 32, 8 8 64 അല്ലെ? ഇനി വല്ലതും പറ്റുമോ? 3 4 12 8നെ 3 4 8നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കോമൺ ആയിട്ടുള്ള. നമ്മുടെ ആൻസർ എത്രയാണ്? 8. അപ്പൊ നമ്മുടെ എച്ച് സി എഫ് എത്രയാണ്? 8 ആണ്. എച്ച് സി എഫ് 8 ആണ്. അതുപോലെ തന്നെ ഇതിനെ ഈ 3 നമ്പറുകളിലെ 26നെ നിങ്ങളൊന്ന് 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2 റിമൈൻഡർ വരുന്നേ. 34 8 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 പേരല്ലേ? 66നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പേരല്ലേ? അതാണ് നമുക്ക് 66 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. അപ്പൊ അങ്ങനെ നമുക്ക് ശിഷ്ടം 2 വരുന്ന നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് എച്ച് സി എഫ് എൽ സി എം എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള എന്താ പറയുന്നത് പാറ്റേൺസ്. ഈ പാറ്റേൺസ് ആണ് സാധാരണ രീതിയിൽ എക്സാമ്പിൾക്ക് കാണുന്നത്. ചെറിയ ചെറിയ എക്സാമ്പിൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ഇത്തിരിയോടെ കട്ടിയുള്ളത് വരും. അത് ഡിഗ്രി ലെവലിൽ താഴെയുള്ള എക്സാമ്പിൾക്കൊക്കെ ഈ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് കാണാം. ഓക്കെ, താങ്ക് യു.